ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ പ്രത്യേകിച്ചൊരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഷോപ്പിലേക്ക് ഒരു വണ്ടി സർവീസിന് വന്നു. സർവീസിന് 2017 വണ്ടി, 2017 ഫസ്റ്റാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ 2016 മാനുഫാക്ചറിങ് വണ്ടിയാണ്. BS4 അല്ല കേട്ടോ, BS3 വണ്ടി. അതിന് വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്ന വില 1,27,000 രൂപയാണ്. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. കാരണം നമ്മൾ 2021, 2022 മാത്രം ഉണ്ടായിരുന്ന മാർക്കറ്റ് 2016, 2017 വണ്ടിക്ക് വരെ ഡീലർമാർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്രക്കും തട്ടിപ്പാണ് ഈ മേഖല നടക്കുന്നത്. അതായത് ഞാൻ പറയുന്ന ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നൊരു സെക്ഷൻ വരുന്ന വാഹനത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ് എന്നുള്ള വ്യാജ പ്രചാരണം പിന്നെ മാർക്കറ്റിലുള്ള പഴയ വണ്ടികൾക്ക് മാർക്കറ്റ് കൂടുകയാണ് ചെയ്തത്. അതായത് UC എഞ്ചിൻ വണ്ടി വരുന്ന BS6 വണ്ടി, UC എഞ്ചിൻ യൂണിറ്റ് കൺസിൽഡ് എഞ്ചിൻ തന്നെയാണ് BS6 വരുന്നത്. ലാസ്റ്റ് വന്നിട്ടുള്ള X വണ്ടികളൊക്കെ വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു കംപ്ലയിൻസ്, അതിൻ്റെ ഒരു കംപ്ലയിൻസ് എന്ന് പറയാം. ECM കംപ്ലയിൻസ് 4,000 രൂപ, ത്രോട്ടിൽ ബോഡി കംപ്ലയിൻസ്, 2 കംപ്ലയിൻസാണ് മെയിനായിട്ട് തന്നെ വരുന്ന വിഷയം. വാട്ടർ സർവീസിൻ്റെ മെയിൻ വിഷയം. ഈ 8,000 രൂപേൻ്റെ കംപ്ലയിൻറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വണ്ടിക്ക് ഇല്ലാത്ത, അതായത് 80,000 രൂപ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വണ്ടി 75-80 രൂപ മാർക്കറ്റിൽ വണ്ടിക്ക് 1,20,000 രൂപ പാർട്ടി വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡീലർമാരൊന്നും ശ്രദ്ധിക്കട്ടെ. അത്ര കണ്ണിച്ചോറില്ലാത്ത പരിപാടി 2 കാറ് വിറ്റവരെ കിട്ടാത്ത ലാഭമാണ് ഇവർ ബുള്ളറ്റ് ഇട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇത്രയും, അതായത് മാർക്കറ്റ് ഒന്ന് അന്വേഷിക്കുക. ഒരു 2-3 മാസം മുന്നേ എത്രയായിരുന്നു വണ്ടിക്ക് മാർക്കറ്റ്, ആ മാർക്കറ്റിൽ വണ്ടി വില കൊടുത്താൽ മതി. നമ്മൾ വാങ്ങിക്കാൻ പോയാൽ ഇവർ ഇത് വിൽക്കാൻ കഴിയുള്ളൂ. എന്തിനാണ് നാട്ടിലില്ലാത്ത വണ്ടിക്ക് വില കൊടുത്ത് വണ്ടി വാങ്ങിക്കുന്നത്? വണ്ടി ഇറങ്ങുന്ന സമയത്ത് വണ്ടിക്ക് വില ഉണ്ടാവില്ല. ആ ഒരു വിലയ്ക്കാണ് വണ്ടി വിൽക്കുന്നത്. ശരിക്ക് കസ്റ്റമർ ഈ വില അറിയുന്നില്ല. കസ്റ്റമർ ചിലപ്പോൾ ലോ റേറ്റിലേക്ക് വണ്ടി വാങ്ങിയിട്ടുണ്ടാവുക, പ്രീവിയസ് ഓണറോട് വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഡീലർമാർ ഇതില്ലാത്ത ഒരു ഡിമാൻഡ് ഉണ്ടാക്കി തീർത്തിട്ട് പിന്നെ BS6 വണ്ടി കംപ്ലയിൻറ്റ്. BS6 വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഞാൻ പറഞ്ഞുള്ള കാര്യം ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ത്രോട്ടൽ ബോഡിക്ക് ഒരു RPM കൂടി കുറഞ്ഞ് നിൽക്കുന്നൊരു വിഷയം കൂടുതൽ വരാറുണ്ട്. അപ്പോൾ ECMൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് അത് വരും, ത്രോട്ടൽ ബോഡിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് വരാറുണ്ട്. ചിലപ്പോൾ ഷൂട്ട് ഔട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യും? ഇപ്പം പറഞ്ഞിട്ടില്ല, ഇപ്പം ഇന്നുള്ളൊരു വണ്ടി കുറച്ച് ലോങ്ങ്, ഒരു 100 കിലോമീറ്റർ ലോങ്ങ് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു സെയിം ഇഷ്യൂ ആയിട്ട് ഹൈഡിൽ പിന്നെ കൂടി നിൽക്കാനുള്ള വിഷയമായിട്ട് അപ്പോൾ അവരെവിടെ വർക്ക്ഷോപ്പ് കൊടുത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല, റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. ഷോറൂം കാണിച്ചാൽ കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തുണ്ട് ജസ്റ്റ് ഒരു 600 രൂപീസ്, 600 രൂപയ്ക്കാണ് നമ്മൾ റെഡിയാക്കി കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയിട്ട് BS6 വണ്ടി കൊണ്ടുപോയിട്ട് പിന്നെ നിങ്ങളോട് പറയാണ് നമുക്കിത് കാർപ്പറേറ്റിലേക്ക് മാറ്റാൻ കംപ്ലയിൻസ് ഉണ്ടാവില്ല. ആരും അങ്ങനെ പറയുന്നു, ആ വണ്ടി അവിടെ നിന്ന് കൊണ്ടുവന്നോളൂ, എന്നിട്ട് പണി അറിയാവുന്നിടത്ത് കൊണ്ടുപോയി കൊടുക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങളോട്. കാരണം BS6 എന്നുള്ള വണ്ടിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. വണ്ടിൻ്റെ സ്മൂത്ത്നെസ് ഒന്ന്, രണ്ടാമത് മൈലേജ്. നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് വണ്ടി വാങ്ങിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഡെയിലി കീശയിൽ നിന്ന് പോകുന്ന പൈസയാണ് മൈലേജ്, പെട്രോളിൻ്റെ മൈലേജ് എന്നുള്ളത്, വണ്ടിക്ക് മൈലേജ് എന്നുള്ളത്. ആ മൈലേജ് കുറച്ച് ഹൈപ്പായി നിൽക്കുന്ന വണ്ടിയാണ് BS6 വണ്ടികൾ, അതായത് ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്ന വണ്ടികൾ. അതേമാതിരി കുറച്ചും കൂടെ റൈഡിങ് സ്മൂത്ത്നെസ്സും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാരണവശാലും മാർക്കറ്റില്ലാത്ത വില കൊടുത്തിട്ട് BS3 വണ്ടി വാങ്ങിക്കരുത്. അപ്പോൾ BS6 വണ്ടി നമുക്ക് ABSൻ്റെ ഫീച്ചറുണ്ട്, ABSൻ്റെ ഒരു എക്സ്ട്രാ സേഫ്റ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലയിൻ്റ് ആയാലും നമുക്ക് വേണ്ടാന്ന് വെക്കാൻ, നീ ABS അങ്ങ് പോയിക്കോട്ടെ. ഭാവിയിൽ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞ് 16,000 രൂപ ABSൻ്റെ മോഡുലേറ്റർ വാങ്ങിച്ച് വെക്കാൻ, പിന്നെ കംപ്ലയിൻ്റ് ആയി വാങ്ങിച്ച് വെക്കാൻ കഴിയില്ല. അത് വേണ്ടാന്ന് വെക്കണം. BS3 വണ്ടി പോലെ ഓടും. നമ്മൾ അതിന് വേണ്ടി കൂടുതൽ വില കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കാർബറേറ്ററിൻ്റെ വില BS4 വണ്ടിക്ക് 4,700 രൂപ വരുന്നു. ടോട്ടൽ ബോഡിക്ക് 4,000 സംതിങ് വരുന്നുള്ളൂ. എന്താ മാറ്റം വരുന്നത്? ECMന് 4,000 സംതിങ് വരുന്നുള്ളൂ. എന്താ മാറ്റം വരുന്നത്? ഒരു മാറ്റമില്ല. അപ്പോൾ ഇത് പിന്നെ വലിയൊരു പ്രശ്നം ഭാവിയിൽ വരും എന്ന് പേടിച്ചിട്ട് ആദ്യമേ ഒരു 50,000 അധികം കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആ പൈസ ഉണ്ടെങ്കിൽ അധികം ഉണ്ടെങ്കിൽ BS6 വണ്ടി സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നൂടെ? അത് ചിന്തിക്കണം നിങ്ങളോട് ആദ്യം തന്നെ. ആ BS6 വണ്ടി എടുത്തിട്ട് ആ ഒരു പൈസ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. 1,10, 1,15, 1,20 ആ റേഞ്ചിൽ മാത്രമേ BS6 വണ്ടിക്ക് നിലവിൽ മാർക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 2020, 2021 വണ്ടിക്ക്. ഇപ്പോൾ 2019, 2016, 2017 BS3 വണ്ടിക്ക് വിത്തൗട്ട് ABS അല്ലെങ്കിൽ ABS വണ്ടികൾക്ക് വളരെ കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കുന്നു. ഒരു കാരണവശാലും ആ ഒരു ഇതിൽ പോയി വഴിയാതിരിക്കുക, നമ്മൾ തല വെച്ച് കൊടുക്കാതിരിക്കുക. നിങ്ങൾ ധൈര്യമായിട്ട് BS6 വണ്ടി എടുത്തോളി. ആ BS6 വണ്ടിക്ക് എന്തെങ്കിലും ഐഡ്ലിങ് പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് തീരാത്ത ഐഡ്ലിങ് പ്രശ്നങ്ങളുണ്ടോ എന്ന് എന്നെ വിളിക്കുക. ഞങ്ങൾ അവിടെ തീർത്ത് തരാം സംഗതി. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് ചെയ്യണമെന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അത്രയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്ന ആളാണെങ്കിൽ, ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ റോയൽ എൻഫീൽഡിൻ്റെ പേരിൽ പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന ഷോറൂമിനല്ലാത്ത ലാഭമാണ് ഇപ്പോൾ യൂസ്ഡ് മാർക്കറ്റ് ഡീലർമാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനും തല വെച്ച് കൊടുക്കാതിരിക്കുക. എൻ്റെ ഇപ്പോൾ ഈ അടുത്ത് വരുന്ന നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഞാൻ ഓരോ വണ്ടിയുടെ പുതിയ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുകയാണെങ്കിൽ ആരെങ്കിലും വണ്ടി എടുത്ത് വരികയാണ് അവരോടും ചോദിക്കുക എത്ര വിലയ്ക്ക് എടുത്തതെന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും ഷോക്കായി നിൽക്കുകയാണ് ചെയ്യാറ്. കുറച്ച് മുന്നേ വണ്ടി എടുത്ത് ആരെങ്കിലും വണ്ടി ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയത്തൊന്ന് വണ്ടി കൊടുക്കുക. ഞാൻ വണ്ടി വാങ്ങിക്കാറുണ്ട്, കൊടുക്കാറുണ്ട് കേട്ടോ. അല്ല ബിസിനസ്സായിട്ട് എടുക്കാറില്ല എന്നുള്ളൂ. ഞാൻ സ്വന്തമായിട്ട് പേഴ്സണൽ ആവശ്യത്തിന് വണ്ടി ഉപയോഗിക്കും.
ചിലപ്പോൾ എടുക്കും. ഞാൻ അപ്പം 4-5 രൂപ ലാഭം കിട്ടിയപ്പോൾ കൊടുക്കും. അങ്ങനെ എൻ്റെ കച്ചവടത്തിന് പതിവുണ്ടാവുക. അപ്പോൾ ഇത് വല്ലാത്ത ഒരു ഇതാണ് വരുന്നത്. അതുകൊണ്ട് BS3 വണ്ടി ABS ഇല്ല, പിന്നെ അതുമാതിരി ABS ഇല്ല, അതായത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഇല്ല എന്നുള്ള ഇതിലാണ് ആളുകൾ പിന്നെ ആ ഒരു കംപ്ലയിൻ്റ് ഇല്ലാതെ ആ ഒരു വണ്ടിയിലേക്ക് പോകുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് പോകാം, ഒരു കംപ്ലയിൻസും ഇല്ല, നോർമലായി ഉപയോഗിക്കാം. ആ വിലക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങളെ വണ്ടി എടുക്കുക കേട്ടോ. അതായത് ആ വണ്ടിക്ക് അത് BS4 വണ്ടിക്ക് ABS ഉള്ള വണ്ടിയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അതും ആ വിലക്ക് കിട്ടുകയാണ്, ഒരു മാർക്കറ്റിലായിട്ട് കിട്ടുക എടുത്തോളി. ABS പോയിക്കോട്ടെന്ന് വെക്കണം. നോർമൽ വണ്ടിക്ക് ബ്രേക്ക് കിട്ടുന്നു, എന്താണ് പേടിക്കുന്നത്? BS3 വണ്ടികൾ ഉപയോഗിക്കാമല്ലോ. നിങ്ങൾക്ക് വേണ്ട സമയത്ത് 15,000 രൂപ എടുത്തെങ്കിൽ അതിനുള്ള പൈസ കിട്ടുന്നു. എപ്പോഴും വേണം മോഡുലേറ്റർ വാങ്ങിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. ABS പോയിന്ന് ചൂട് കുഴപ്പമില്ല. ABS വർക്ക് ചെയ്യില്ല എന്നുള്ളൂ, ബ്രേക്ക് വർക്ക് ചെയ്യാതൊക്കെ ഇല്ല. അതുകൊണ്ട് മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞു BS6 വരുന്ന മെയിൻ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ECM ത്രോട്ടിൽ ബോഡി. ഈ 2 പ്രശ്നങ്ങളും സൊല്യൂഷൻ ഉണ്ട്, പരിഹരിക്കാവുന്നുള്ളൂ. അതിനൊരിക്കലും നിങ്ങൾ പോയി എടുത്തിട്ട് കാർബറേറ്ററിലേക്ക് മാറ്റണ്ട. കാരണം കാർബറേറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പൊല്യൂഷൻ കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ശരിയായ രീതിയിൽ പൊല്യൂഷൻ കിട്ടില്ല. BS കൊടുത്ത് വണ്ടി തീർക്കാൻ അതിന് 10-20 രൂപ മുടക്കിയിട്ട് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഭാവിയിൽ അവിടുന്ന് മയരുന്ന് ഇവിടുന്ന് കുട പിടിക്കാൻ തരും പഴമക്കാർ. അതേമാതിരിയുള്ള അവസ്ഥയാണ്. 1,000-2,000 രൂപ കൊടുത്ത് റെഡിയാക്കാവുന്ന കേസുകൾക്ക് നിങ്ങൾ ആദ്യം വലിയൊരു വില കൊടുത്തിട്ട് വലിയൊരു സംഖ്യ കൊടുത്തിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. ബേസിക്സ് വണ്ടിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വന്നെങ്കിൽ വരാൻ പറ്റുന്ന വരിക, അത് ഞാൻ പൂർണ്ണമായിട്ടും ചെറിയ തീർത്തിരാവുന്നതാണ്. പിന്നെ രണ്ടാമത് പിന്നെ നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ അത്രയും ബുദ്ധിമുട്ടിക്കുന്ന ആളെങ്കിൽ ഓൺലൈനിൽ നിന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് BS3, BS4, BS6 വണ്ടി നിങ്ങൾ എടുക്കുന്ന സമയത്ത് മാർക്കറ്റ് റേറ്റിൽ മാത്രം വാങ്ങിക്കുക. 1,10,000 2020-21 വണ്ടിയൊക്കെയാണ് 1,10,000 1,20,000 റേഞ്ചിന് മുകളിൽ പോയി കഴിഞ്ഞാൽ വണ്ടി വേണ്ടെന്ന് വെച്ച് കിട്ടുന്ന സമയത്ത് എടുക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ 2016 ആണെങ്കിൽ 17 ആണ് 80-85 രൂപ. 2019, 19 ആണെങ്കിൽ 1,00,000 90 ആ റേഞ്ചിൽ മാത്രം വണ്ടി എടുക്കുക. അതൊക്കെയാണ് ഏകദേശം റേഞ്ചൊക്കെ നമ്മൾ പറഞ്ഞ വണ്ടിക്ക് മാർക്കറ്റ് അത്യാവശ്യം നല്ല ബന്ധമുള്ളതെന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ ഒന്നും എടുക്കാതിരിക്കുക. ഒരു ബുള്ളറ്റൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഡ്രീമിലാണ് ആളുകൾ എടുക്കുന്നത്. ഫിനാൻസിലാണ് നിങ്ങൾ വണ്ടി എടുക്കുന്നതും കൂടി വലിയൊരു ബാധ്യത നിങ്ങൾ വരുത്തി വെക്കരുത്. അതിനേക്കാളും നിങ്ങളെ പുതിയ വണ്ടിയിലേക്ക് പോകുക കേട്ടോ. അതിശോക്തി പറഞ്ഞാണ് കേട്ടോ. അത് അത്രയും വില കൊടുത്തുള്ള വണ്ടി വാങ്ങിക്കരുതെന്നാണ് പറഞ്ഞത്. BS3, BS4 വണ്ടികൾ. BS6 വണ്ടിക്ക് അത്യാവശ്യം ഈ അടുത്തുള്ള പിന്നെ മാർക്കറ്റ് ഉണ്ട്. 1,20, 1,21, 1,30 വണ്ടിക്ക് മാർക്കറ്റ് ഉണ്ട് BS6 വണ്ടിക്ക്. അത് ഇയർ അനുസരിച്ച് അങ്ങോട്ടോട്ട് മാറ്റം വരാം. BS4 വണ്ടി വലിയ വില കൊടുത്തിട്ട് BS6 പേടിച്ചിട്ട് BS4 BS6 വില കൊടുത്ത് വാങ്ങിക്കരുത്. അതിനേക്കാൾ നല്ല BS6 തന്നെ എടുക്കുക. അത് നല്ല രീതിയിൽ കൊണ്ടെടുക്കുക. ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാട് വീഡിയോസിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കെയർ ചെയ്യുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ എന്നോട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വർക്ക്ഷോപ്പ് കൊണ്ടുവന്ന ഏറ്റവും മിനിമം രീതിയിൽ BS6 എന്ത് കംപ്ലയിൻസ് നമുക്ക് തീർത്തിരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ കൊണ്ടേ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.